ഹായ്, എൻ്റെ പേര് അഞ്ജു. എല്ലാവർക്കും ഇന്നർ ഫെയർ വെൽനെസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഭയത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഭയം ആവശ്യമാണോ അതോ അനാവശ്യമാണോ എന്നുള്ളൊരു ചോദ്യം നമ്മളതിൽ ചോദിച്ചിരുന്നു. എന്നാൽ ഭയം ചില കാര്യങ്ങൾക്കൊക്കെ ആവശ്യമാണ്. നമ്മളെ ഒത്തിരി അപകടത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ ഭയം നമ്മളെ സഹായിക്കും. ഇനി ഈ വീഡിയോയിൽ നമ്മൾ ചോദിക്കുന്നത് ഭയവും ഫോബിയയും ഒന്നാണോ എന്നാണ്. ഭയവും ഫോബിയയും ഒന്നല്ല. നമ്മൾ ഭയം എന്ന് പറയുന്നത് നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം. പക്ഷേ ഒരു സാഹചര്യം എത്തിപ്പെട്ടാൽ, അതായത് ഇപ്പം വിമാനത്തിൽ കയറാൻ പേടിയുള്ളൊരു വ്യക്തി, ആ വ്യക്തിക്ക് വെറും ഭയം മാത്രമാണെങ്കിൽ ഒരു കയറേണ്ടി വരുന്ന സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞാൽ, എനിക്ക് കയറിയേ പറ്റൂ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ട് ഉറപ്പായിട്ടും നമ്മൾ അതിൽ കയറും. പക്ഷേ ഫോബിയ ഉള്ള ഒരാൾ എങ്ങനെയെങ്കിലും ആ യാത്ര മാറ്റിവെക്കും. അവർക്ക് ഉറപ്പായിട്ടും അതിലോട്ട് കയറാൻ പറ്റില്ല. അതായത് ഭയം എന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ്, പക്ഷേ ഫോബിയ അങ്ങനെയല്ല. അതൊരു സ്ഥിരമായിട്ട് നമുക്ക് ആ ഒരു കാര്യം വരുമ്പോൾ നമ്മളെ ബോഡി തന്നെ അതിനെതിരെ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും. നമുക്ക് ശ്വാസം മുട്ടലുണ്ടാകും, തലകറക്കം ഉണ്ടാകും, വിറയലുണ്ടാകും, നമ്മുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കും, നമ്മളിങ്ങനെ മരിച്ചു പോകുമെന്നുള്ളൊരു പേടി ഉണ്ടാവും. പിന്നെ ചില സാഹചര്യങ്ങൾ വൊമിറ്റ് ചെയ്യാൻ തോന്നും. ഭയപ്പെടുന്ന വസ്തുവിനെക്കുറിച്ച് നമ്മളെപ്പോഴും മുൻകരുതലെടുക്കും. പിന്നെ അതിന് ഒരു യാഥാർത്ഥ്യമായിരിക്കത്തില്ല ആ ഭയം. നമുക്കത് ഇതിനൊക്കെയാണോ, ഇപ്പോൾ കണ്ടു നിൽക്കുന്നവർ വിചാരിക്കും ഇതിനൊക്കെയാണോ ഇങ്ങനെ പേടിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ വരുന്നതിന് നമ്മൾ ഫോബിയ എന്ന് പറയും. പക്ഷേ ഭയം എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ചില കാര്യങ്ങളോടുള്ള പേടി, അത് ചെയ്താൽ അത് ശരിയാവുമോ, അല്ലെങ്കിൽ അത് ഇപ്പോൾ പട്ടി കടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പട്ടിയോടൊരു പേടി തോന്നാം. പക്ഷേ കുറച്ച് കഴിഞ്ഞ് വേറൊരു പട്ടി നമ്മളോടടുത്ത് നമ്മളതിനെ ഇണക്കുക അല്ലെങ്കിൽ അതിനെ വളർത്തുന്നതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഭയം പതുക്കെ ഇല്ലാതാകും. പക്ഷേ ഫോബിയ അങ്ങനെ മാറില്ല. അപ്പം ഫോബിയയെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോയുമായി നമ്മൾ അടുത്ത വീഡിയോകളിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്